2026 തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഫുള്ള് കഷ്ടകാലമാണ്. ഞങ്ങൾക്ക് എന്നും ആശുപത്രിക്ക് പോകുന്ന പണിയാണ്. പനിയായിട്ടും പിന്നെ അതുപോലെ മേൽക്കൂടെ ഓരോ അലർജി ആയിട്ടും അങ്ങനെ. ഇന്നിപ്പോൾ ചെവി വേദനയാണ് കേട്ടോ. അപ്പോൾ ജലദോഷം പിടിച്ചിട്ട് നീരിറങ്ങിയിട്ടുള്ള ചെവി വേദനയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴാണ് പോകുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് OP ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കാഷ്വാലിറ്റിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന പോക്കിൽ വണ്ടി കാത്തു നിന്നപ്പോഴാണ് മാവിൽ കുറേ മാങ്ങയൊക്കെ കണ്ട് തേജുട്ടനൊക്കെ അത് പറിക്കണ്. ഞാനത് വീഡിയോ എടുക്കണ്. അമ്മ നമുക്ക് ഇതൊക്കെ പറിക്കുക, എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ട് തിന്നാന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് വണ്ടിയൊക്കെ കിട്ടി നേരെ ഞങ്ങൾ ആശുപത്രിയിൽ എത്തിയിട്ടോ. പിന്നെ ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ട് വരിയിൽ നിൽക്കുകയാണ് കേട്ടോ. ചെറിയൊരു തിരക്കൊക്കെ ഉണ്ട്. പിന്നെ ടോക്കണൊക്കെ എടുത്ത ശേഷം പിന്നെ ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് നിൽപ്പായി. അവിടെ തിരക്കൊന്നുമില്ല കേട്ടോ. കുട്ടികളെ കാണിക്കാൻ ഉള്ള ഡോക്ടറൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അവിടെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള നിർത്താണ് നിൽക്കുന്നത്. മക്കൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ പിന്നെ നമുക്കാണ് അതിൻ്റെ ടെൻഷനും കാര്യം. ഓൾക്ക് അത്രത്തോളം ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ മരുന്നൊക്കെ മേടിച്ച് നേരെ ഓട്ടോയിൽ കയറി പോന്നു. നോമ്പായതുകൊണ്ട് പിന്നെ ഫുഡും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഒരു ഫുഡ് ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ഹോട്ടലൊന്നും തുറന്നിട്ടില്ല, ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ ഓട്ടോറിക്ഷയിൽ നല്ല കിടത്താണ് ചെക്കം. അങ്ങനെ വീട്ടിലെത്തിയ പാടെ ഞാൻ വേഗം മരുന്ന് കൊടുക്കാതെ പുറപ്പാടില്ല കേട്ടോ. ആസിയ സിൽക്സിൻ്റെ കവറൊക്കെയാണ് മരുന്നിടാനുള്ള കവറാക്കി വെച്ചിട്ടുള്ളത്. മരുന്നൊക്കെ ആശുപത്രിയിൽ നിന്ന് ഫ്രീ ആയിട്ട് തന്നെ കിട്ടിയിട്ടോ. അതുപോലെ കുട്ടികൾക്ക് ഒന്നിനും പൈസ കൊടുക്കണ്ട. ടോക്കൺ എടുക്കാനും പൈസ കൊടുക്കണ്ട, മരുന്നിനും പൈസ കൊടുക്കണ്ട. തേജുട്ടിന് മരുന്ന് കുടിക്കാനൊന്നും മടിയില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് മോക്ക് നല്ല മടിയാണ്. മോക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ മരുന്ന് കൊടുക്കട്ടെ കേട്ടോ. പാരസെറ്റാമോളും ഉണ്ട്, പിന്നെ ജലദോഷത്തിനുള്ളതും ഉണ്ട് അവന് മൂക്കിൽ ഒറ്റിക്കാൻ. അങ്ങനെ 2-3 സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവനൊറ്റയ്ക്ക് തന്നെയാണ് മരുന്നൊക്കെ കുടിക്കുന്നത്. സിറപ്പ് കുടിച്ച ശേഷം പിന്നെ അപ്പോൾ ഞാൻ പിന്നെ ഗുളിക കൊടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല. മരുന്ന് കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനാകും. പിടിച്ചിക്കൽ കൊടുക്കൽ അതൊക്കെ ഭയങ്കര റിസ്ക് ആണല്ലോ. ഒറ്റയ്ക്കനെ കുടിക്കുന്നതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ചില കുട്ടികൾക്ക് മരുന്ന് കൊടുക്കാൻ എന്താ പാടുന്നു, പിടിക്കലും അമർത്തലും ഞാൻ പറഞ്ഞില്ലേ. പിന്നെ വേണ്ടാന്നാവും. മരുന്ന് കുടിച്ചിട്ടില്ല കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ തന്നെ നമുക്ക് ആകെ സങ്കടമാവും. എന്തായാലും മരുന്നൊക്കെ കുടിച്ച് വേഗം മാറട്ടെ. നീരിറക്കാണ്, ജലദോഷം പിടിച്ചത്. തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ നിന്ന് വേഗം എത്തിയതുകൊണ്ട് പിന്നെ കുറച്ച് റെസ്റ്റും കാര്യമൊക്കെ എടുക്കാനായി. ആ ഒരു റെസ്റ്റിൽ അവന് കുറച്ച് റെഡി ആയിട്ടോ. അപ്പോൾ പിന്നെ അവൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ട്, അങ്ങനെ വേണം ഇങ്ങനെ വേണം, ആന വേണം ചേന വേണം, കഴിക്കാൻ വേണം. അതാണ് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ ഏട്ടനാണെങ്കിൽ ഇവിടെ അല്ല, ഏട്ടന് കുറച്ച് ദൂരത്തേക്കാണ് പണിക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞെങ്കിലേ വരുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പീടികയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പീടികയ്ക്ക് പോവുകയാണ്. കുറച്ചങ്ങോട്ട് പോയാൽ ഒരു ഷോപ്പുണ്ട്. അപ്പം അങ്ങോട്ട് പോണ പോക്കാണ്. അസുഖം എന്തെങ്കിലും വന്നാൽ പിന്നെ അവന് ഫുഡൊന്നും വേണ്ട. അത് മാറിയോ എന്നാൽ പിന്നെ 24 മണിക്കൂറും വിശപ്പിൻ്റെ അസുഖം കേട്ടോ. അല്ല, അങ്ങനെ ആവണതും നല്ലതാണ്. നമുക്ക് വാരി കൊടുക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ടും കാര്യമൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ ഞങ്ങളോട് പോവട്ടെ. നോമ്പ് തുറക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് 5-5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു 6 മണി കൊടുക്കാനാകുമ്പോഴത്തേനും അവിടെ എത്തണം, കടയിലെത്തണം എന്നുള്ളതിലാണ്. അങ്ങനെ കടയിലെത്താനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കടയിൽ എത്തി. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി നിൽക്കുകയാണ്. എൻ്റെ ഒരു ഏടത്തിയമ്മ ഉണ്ടായിരുന്നു കടയിൽ. അപ്പോൾ ഏടത്തിയമ്മനെ കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ സാധനങ്ങൾ. ശർക്കര, കുറച്ച് സോയാബീൻ, അങ്ങനെയൊക്കെ. പിന്നെ പഞ്ചസാര, മുട്ട, ഇതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലെത്തിയിട്ടോ. അസുഖമായി കഴിഞ്ഞാൽ എത്ര പാവങ്ങളൊക്കെ ഇട്ടുണ്ടാവില്ല. നമ്മളാണെങ്കിൽ അങ്ങനെ തന്നെ അല്ലേ. അപ്പം അസുഖമൊക്കെ മാറി വയ്ക്കുമ്പോൾ പോവുകയാണ് ഒരു പോക്ക്. ഏട്ടൻ്റെ മോൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ കളർ എടുക്കാനോ അങ്ങനെ എന്തിനോ പോവുകയാണ്. ചേച്ചി പോയിട്ടുണ്ട്. അപ്പോൾ ഓളെ തിരഞ്ഞും ഓളെ എടുത്ത് പോയി കളർ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളെ ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ ഓക്കെ, ബായ്.